ഉദ്ധവ് താക്കറെയാണല്ലോ പറഞ്ഞത് RSSനെ നിരോധിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. ഒരിക്കലും ചെയ്യില്ലല്ലോ. RSSന്റെ അജണ്ട നടപ്പാക്കുക. RSS 100ാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ അജണ്ടകൾ ഓരോന്നോരോന്നായി നടപ്പാക്കിയല്ലേ BJP ചെയ്യുന്നത്. അതിപ്പോൾ ജനസംഘത്തിൻ്റെ കാര്യത്തിലായാലും ജനസംഘം എങ്ങനെയാണ് രൂപീകരിക്കുന്നത്? അല്ലേ, ഗോൾവാക്കറുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ജനസംഘിൻ്റെ രൂപീകരണത്തിലേക്ക് പോകുന്നത്. അത് ഏത് ഘട്ടത്തിലാണ്? താങ്കൾ പറഞ്ഞതുപോലെ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കില്ല, രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കില്ല, രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്ന ഉറപ്പിന്മേലാണ് പിന്നീട് RSSന്റെ നിരോധനം നീക്കുന്നത്. അപ്പോൾ ആ ഘട്ടം തൊട്ട് ഉള്ള ഓരോ കാര്യങ്ങളായി പറഞ്ഞു വരുമ്പോഴും എന്തൊക്കെയാണോ RSS പറഞ്ഞിട്ടുള്ളത്, RSSന്റെ അജണ്ടയാണ് കൃത്യമായി നടപ്പാക്കിയിട്ടുള്ളത്. നിരോധനം നീക്കാൻ ചില കാര്യങ്ങൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ നിർദ്ദേശിക്കുന്നു. അതിലൊന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടില്ല എന്ന് ഉറപ്പായിരുന്നു. നിരോധനം നീക്കാനും ആളുകളെ ജയിലിൽ നിന്ന് ഇറക്കാനും മാപ്പപേക്ഷ ഉൾപ്പെടെ എന്തും എഴുതി നൽകുന്ന RSS ആ നിർദ്ദേശം പാലിക്കാമെന്ന് പറഞ്ഞു. നമുക്കറിയാലോ എങ്ങനെയാണ് മാപ്പ് പറഞ്ഞിട്ട് തിരിച്ചെത്തിയതെന്ന്.